ഹായ് ഗൈസ്, ടിൻസ് ടു ടിൻസിൻ്റെ പുതിയവിടെയൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല, ഇന്ന് അങ്ങനെ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ ഷീറ്റിട്ട ഭാഗത്തേക്കൊന്ന് നമ്മൾ കയറിയതാട്ടോ. അവിടെ ആയിട്ട് കുമ്പളങ്ങളുടെ തയ്യൊക്കെ അങ്ങോട്ട് ആ മാവ് കൂടെ കയറിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനിവിടെ മട്ടിട്ട് എടുത്തിട്ട് റെഡിയാക്കി കേട്ടോ. ഞാൻ 2 കുമ്പളങ്ങ ഉണ്ടായി, കാണിച്ചു തരാം. ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇതിൻ്റെ ഇടയിലാട്ടോ ഈ ഷീറ്റുമ്മ കൂടെ നടക്കണ കാരണേ നമുക്ക് നല്ലോണം ഇതാട്ടോ നമ്മുടെ കുമ്പളങ്ങ. ഇത് നീളാട്ടോ പെട്ടെന്ന് വരണേ, നല്ലപോലെ നീളം വരുന്നുണ്ട്. വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, ഇനി അവിടെ കവറൊക്കെ എടുത്തിട്ടുണ്ട്. 2 ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതാ അവിടെ കവറിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല നീളം കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഈ മാവുമ്മ കൂടെ വന്നിട്ട് അടിയിൽ കൂടെ മാവുമ്മ കൂടെ വന്നിട്ട് ഇതെങ്ങനെ ഇവിടുന്ന് മുളച്ചിട്ട് ഈ മാവുമ്മ കൂടെ വന്ന് നേരെ ഷീറ്റ് കയറി കേട്ടോ. ഈ ഷീറ്റ് ചൂടായാൽ ചിലപ്പോൾ അത് വാടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പട്ടിട്ടെടുത്ത് റെഡിയാക്കി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് ടെറസിൻ്റെ മേലെ കേട്ടോ. ഈ ടെറസിൻ്റെ മേലെ കുറച്ച് പണിയൊക്കെ നടന്നിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിൽ കൂടെ അല്ലേ വൈറ്റ് സിമെൻ്റൊക്കെ അടിച്ചു. അപ്പോൾ ഇവിടെ പെയിൻറ്റ് പണിക്കാർ വന്നപ്പോൾ അടിക്കാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ അവർ നോമ്പിൻ്റെ തലേദിവസം കേട്ടോ പണി കഴിഞ്ഞ്. അപ്പോൾ അവർക്ക് കുറേ കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ അവിടെ പണി നിർത്തി. ഇവിടെ മാത്രം കേട്ടോ, കുറച്ച് ഭാഗം കേട്ടോ, നിലത്ത് കുറച്ച് ഭാഗം കേട്ടോ അവരടിച്ച്. അപ്പോൾ ഇത് ഈ പൊട്ടി പോകുന്നത് എന്താ അറിയുമോ, ഇത് നമ്മൾ ഈ ടാങ്ക് പറഞ്ഞാൽ വെള്ളം അങ്ങോട്ട് ചാടും. വെള്ളം അങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ പിന്നെ ഇതിന് നല്ല വെള്ളം നിന്നാൽ അത് പെട്ടെന്ന് പൊട്ടും കേട്ടോ. ഇത് പെട്ടെന്ന് പൊട്ടും. അപ്പോൾ ഇവിടെ എത്ര നട്ടുച്ചക്ക് വന്നിട്ട് ആ ഭാഗത്ത് സിമെൻ്റ് ഇട്ട ഭാഗത്ത് വന്ന് നിന്നാൽ നല്ല ചൂടായിട്ടുണ്ടാവുക. അവിടുന്ന് മാറിയിട്ട് നമുക്ക് ഇവിടെ വന്ന് നിന്നാൽ നല്ലതാണ്. അതാട്ട് ഈ വൈറ്റ് സിമെൻ്റ് അടിച്ചുള്ള ഗുണം. നമ്മൾ ആ ഭാഗത്ത് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഈ പാര പറ്റുമ്പോൾ കൂടെ ഒക്കെ നമ്മളായിട്ട് അടിച്ച് ഈ വൈറ്റ് സിമെൻ്റൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ കുറച്ച് തേങ്ങ ഉണക്കാട്ടുണ്ട് കേട്ടോ. ഒരു 100 തേങ്ങയോളം വെട്ടിയിട്ട് ഉണക്കാട്ടുണ്ട്. നമ്മളൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു തേങ്ങ പൊതിച്ചിരുന്നത്. അതുപോലെ തന്നെ വേറെ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ മഞ്ഞൾ പറിക്കണ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. ആ മഞ്ഞൾ പറിക്കണ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഞ്ഞൾ നല്ല ഉണക്കിട്ടോ, നല്ലപോലെ പുഴുങ്ങിയിട്ട് നടുവാക്കിയിട്ട് ഉണക്കട നമ്മൾ. അപ്പോൾ ഇനി അടി പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പശുക്കുട്ടീനെ രാവിലെ തന്നെ ഇതാ അവിടെ കൊണ്ടുപോയി കെട്ടിട്ടോ. അവിടെ അത്യാവശ്യം തിന്നാണ്ട് കേട്ടോ, മഴ പെയ്തപ്പോൾ നല്ല പോലെ തിന്നാണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി കെട്ടി. അപ്പോൾ നമ്മൾ ഈ ചിരട്ടുണ്ടോ, ചിരട്ടയുടെ 4 പുറമുള്ള ഈ റബ്ബർ പാലൊക്കെ ഇങ്ങനെ ഇതേപോലെ ചുരണ്ടി കളയാട്ടോ. ഇങ്ങനത്തത് ഇവിടെ കുറച്ച് ചുരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തതൊക്കെ ആദ്യം എടുത്ത് നമ്മൾ മാറ്റി കേട്ടോ. ഇതൊക്കെ ആദ്യം വെച്ചു. ഇത് ഒരു സെറ്റിൽ നിന്ന് കിട്ടിയതാട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചുരണ്ടിയിട്ട് വിറ്റാൽ പൈസ ഒക്കെ അത്യാവശ്യം കിട്ടും. പക്ഷേ ഇത് ചുരണ്ടാൻ പണിയാണ്, നല്ല പണിയുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത കാരണം നമുക്ക് പെട്ടെന്ന് കിട്ടില്ല കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് ഉണങ്ങിപ്പോയി, ഞാനിത് പറയണ നേരം കൊണ്ടൊക്കെ. അപ്പോൾ കുറച്ച് പണിയുണ്ട്. ഇത് നമുക്ക് ഒന്നുകൂടി വെള്ളത്തിലിട്ടിട്ട് വേണം ചെയ്യാം. ഇത് ഫുള്ള് ഇതേപോലെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് തന്നെ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. ഇനിയും കുറച്ച് ചിരട്ടയും കൂടി ഉണ്ട്. ഈ ചിരട്ട പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത് ചെറുതായിട്ടൊന്ന് ഉണങ്ങിപ്പോയ കാരണം കുറച്ച് ടാസ്ക് ഉണ്ട്. നമ്മൾ ഇതൊക്കെ വിറ്റാൽ പൈസ ഒക്കെ കിട്ടും കേട്ടോ. ഒരു കിലോനൊക്കെ ആയി കിട്ടണമെങ്കിൽ കുറച്ച് പണി തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളേ ഇതൊക്കെ ചുരണ്ടാനും നല്ല മൂർച്ചയുള്ള കത്തി തന്നെ വേണം കേട്ടോ. ഇത്
ഇത് അത്യാവശ്യം മൂർച്ചയുള്ളതായിരുന്നു. ഇതൊന്നും കൂടി നമ്മൾ മൂർച്ച വയ്ക്കാതാട്ടോ. അപ്പോൾ ഇതിൻ്റെ മൂർച്ചയൊക്കെ പോയിരുന്നു. ഇതൊന്നും കൂടി മൂർച്ചയാക്കി. ഇതാണ് കേട്ടോ, ഇത് ഷണ്ട യൂസ് ചെയ്യണ കത്തി. അപ്പോൾ ഇതിൻ്റെ മോനൊക്കെ പൊട്ടിപ്പോയിട്ടോ. മോനത് ഇങ്ങനെ കുത്തിയിട്ട് പൊട്ടിയതാട്ടോ. അതിൻ്റെ മോനെ പെട്ടെന്ന് പൊട്ടുണ്ട് കേട്ടോ. ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ, ചെറിയതായിട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, പെട്ടെന്ന് പൊട്ടി. ഇതാ വേറൊരു ചിരട്ട കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചിരട്ട കേട്ടോ. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് പോരുണ്ട് കേട്ടോ. നമ്മുടെ റബ്ബർ പാല് പെട്ടെന്ന് പോരുന്നുണ്ട്. ഇതൊന്നല്ല അവസ്ഥ ആയിരുന്നു കേട്ടോ, നല്ല കട്ടി കേട്ടോ. ഇത് ചിലതൊക്കെ കൊണ്ട് എടുത്താൽ ഇത് പിന്നെ പെട്ടെന്ന് പോരും. അത് തന്നെ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ക്യാമറമാൻ നസീമിനോടൊപ്പം ഇക്സ് മീ നബീൽ സൈനിങ് ഔട്ട്.